നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിന് 2 കൂറാണ്. ആദ്യത്തെ 30 നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് തുലാക്കൂറിലുമാണ്. കന്നിക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് ഈ മാസത്തിൽ ഇത്തിരി ഒരു ദൈവാധീനക്കുറവുണ്ട്. എന്നാലും പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ്. ബന്ധുസമാഗമത്തിന് യോഗമുള്ള സമയമാണ്. വളരെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കുന്നൊരു സമയമാണ്. മാനസികമായിട്ട് കുറച്ച് സന്തോഷം ഉണ്ടാകാനൊക്കെ യോഗമുള്ള സമയമാണ്. യാത്രകൾ വേണ്ടി വരാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ്. ഇന്ത്യ വിട്ട് കേരളം വിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇന്ത്യ വിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സാധിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുള്ളത് കാരണം ബാധാദോസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് എന്തിനിറങ്ങി പുറപ്പെടുമ്പോഴും ആദ്യം പ്രതീക്ഷിക്കാത്തൊരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന കുറച്ച് ദുരിതം അനുഭവിക്കാനും ഈ ശത്രുദോഷം ഉള്ളത് കാരണം കൊണ്ട് എന്ത് പ്രവൃത്തി എടുത്താലും ആ പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന വിജയം കാണാതെ ചെയ്യുന്ന പ്രവൃത്തി നിർത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ അന്വേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലുള്ളത് കാരണമുണ്ട് ശത്രുദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അതിന് ശേഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ദൈവാധീനം വർദ്ധിക്കുക എന്ന് പറയുന്നത്, നാഗദോഷം മാറുക എന്ന് പറയുന്നതും 2 പ്രശ്നങ്ങളാണ്. ഈ 2 പ്രശ്നങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞാൽ നല്ല ഉത്തമമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാകും. മാത്രമല്ല ലഗ്നത്തിലാണ് ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരിക, ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതുമാത്രമല്ല പരാജയ ശിരോരുക്ക് എന്ന് പറയുന്ന യോഗമാണ്. അതായത് പരാജയഭീതി, ഞാൻ വിജയിക്കില്ലേ, ഞാൻ പിന്നെ നഷ്ടത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ നിരാശയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത ഭീതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനൊക്കെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിക്കുന്നവർക്ക് സാധിക്കുന്നതാണ്. എന്തായാലും നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ തുലാക്കൂറാണ്. 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി മീനൻ രാശി നിൽക്കുന്ന നേരം വീട് വിട്ടു നിന്ന് ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. വിദേശത്ത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചുള്ള നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ 5ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും സൂര്യനൊക്കെ 3 പാപഗ്രഹങ്ങൾ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം ദേഷ്യം, എടുത്തിയാട്ടം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ തന്നെ തലവേദന ഉണ്ടാകുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാകുക, എന്തെങ്കിലും കേസ് പോലെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കാനിട വരാനുള്ള സാധ്യത കൂടിയുള്ള സമയമായത് കാരണം ശ്രദ്ധിക്കണം. മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് സമയത്തിൽ മോശമായിരിക്കുന്ന അവസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ 12ാം ഭാവത്തിൽ കേതു കാരണം 10 രൂപ ചിലവാക്കേണ്ട സമയത്ത് 20 രൂപ ചിലവ് വരാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ച് കുറയാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടും. ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ പോലും നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.